പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സിയോൺ ഫുൾ ഗോസ്പൽ മിനിസ്ട്രി ഓഫ് ഇന്ത്യ തിരുവനന്തപുരം നെടുമങ്ങാട് എന്ന മിനിസ്ട്രിയുടെ പേരിൽ ഇപ്രകാരം ഒരു ക്യൂസ് പ്രോഗ്രാം തുടങ്ങുവാൻ ദൈവം സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യാക്കോബിന്റെ ലേഖനത്തെ ആസ്പദമാക്കിയാണ് ഈ പ്രോഗ്രാം ആരംഭിക്കുന്നത്. യാക്കോബ് 1-ാം ലേഖനം ആസ്പദമാക്കി ചോദ്യങ്ങളും ഉത്തരങ്ങളും. 1-ാം അധ്യായത്തിൽ എത്ര വാക്യം? 27 വാക്യം. ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും ദാസൻ ആര്? യാക്കോബ്. ചിതറിപ്പാർക്കുന്ന എത്ര ഗോത്രങ്ങൾക്കാണ് യാക്കോബ് വന്ദനം പറഞ്ഞത്? 12 ഗോത്രങ്ങൾക്ക്. പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണ്ണുവിൻ. ഇത് പറഞ്ഞതാര്? യാക്കോബ്. ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ എന്നു പറഞ്ഞതാര്? യാക്കോബ്. ദൈവം ജ്ഞാനം എങ്ങനെ നൽകുന്നു? ഔദാര്യമായി. യാചിക്കുന്നത് എങ്ങനെ ആയിരിക്കണം? സംശയിക്കാതെ വിശ്വാസത്തോടെ. കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമനാര്? സംശയിക്കുന്നവൻ. തന്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ ആര്? ഇരുമനസ്സുള്ള മനുഷ്യൻ. എങ്ങനെയുള്ളവർ കർത്താവിങ്കൽ നിന്ന് വല്ലതും ലഭിക്കുമോ എന്ന് നിരൂപിക്കരുത് എന്നാണ് യാക്കോബ് പറയുന്നത്. സംശയിക്കുന്നവൻ. എളിയ സഹോദരൻ എന്തിൽ പ്രശംസിക്കണം? തന്റെ ഉയർച്ചയിൽ. ധനവാൻ പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകയാൽ എന്തിൽ പ്രശംസിക്കണം? തന്റെ എളിമയിൽ. തന്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകുന്നത് ആര്? ധനവാൻ. പുല്ലുണങ്ങി പൂവിതിർന്ന് രൂപഭംഗി കെട്ടുപോകുന്നത് എങ്ങനെ? സൂര്യൻ ഉഷ്ണക്കാറ്റോടെ ഉദിക്കുമ്പോൾ. ആരാണ് ഭാഗ്യവാൻ? പരീക്ഷ സഹിക്കുന്ന മനുഷ്യന് എന്ത് ലഭിക്കും? ജീവകിരീടം. എപ്പോൾ ജീവകിരീടം ലഭിക്കും? കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം. ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആര്? ദൈവം. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് എങ്ങനെ? സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുമ്പോൾ. മോഹം ഗർഭം ധരിച്ച് ഡേഷിനെ പ്രസവിക്കുന്നു, പാപത്തെ. ഡേഷ് മുഴുത്തിട്ട് മരണത്തെ പെറുന്നു, പാപം. എന്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത് എന്ന് പറഞ്ഞതാര്? യാക്കോബ്. എല്ലാ നല്ല ദാനവും തികഞ്ഞവരാ ഒക്കെയും ഉയരത്തിൽ നിന്ന് എങ്ങനെയുള്ള പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു? വെളിച്ചങ്ങളുടെ. വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛേദനമോ ഇല്ലാത്തത് ആർക്ക്? ദൈവത്തിന്. നാം അവന്റെ സൃഷ്ടികളിൽ എങ്ങനെയുള്ള ഫലമാണ്? ഒരുവിധം ആദ്യഫലം. സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നത് ആര്? ദൈവം. കേൾപ്പാൻ എങ്ങനെയുള്ളവർ ആയിരിക്കണം? വേഗത. പറവാൻ എങ്ങനെയുള്ളവർ ആയിരിക്കണം? താമസം. കോപത്തിന് എങ്ങനെയുള്ളവർ ആയിരിക്കണം? താമസമുള്ളവൻ. ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കാത്തത് എന്താണ്? മനുഷ്യന്റെ കോപം. എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ ഡേഷ് സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. വചനം. എന്ത് കേൾക്കുക മാത്രം ചെയ്യാതെ പ്രവർത്തിക്കുകയും വേണം. വചനം. വചനം കേട്ട് എന്ത് ചെയ്യരുത്? ചതിക്കരുത്. തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്നതാര്? വചനം കേട്ട് പ്രവർത്തിക്കാതിരിക്കുന്നവൻ. താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാൻ ആകുന്നത് ആര്? വചന പ്രവൃത്തി ചെയ്യുന്നവൻ. നാവിനെ കടിഞ്ഞാണിടാത്തവന്റെ ഭക്തി ഡേഷ് വ്യർത്ഥം. ഹൃദയത്തെ വഞ്ചിച്ച് ഭക്തൻ എന്ന് നിരൂപിക്കുന്നവന്റെ ഭക്തി ഡേഷ് വ്യർത്ഥം. അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമായ ഭക്തി എങ്ങനെയുള്ളത്? പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവും.